കമ്മ്യൂണിസത്തെയും നാസ്തികതയെയും വിലയിരുത്തുന്ന ഒരു സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം എന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് എന്തിനാണ് ഒരു ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഇന്ന് ലോകതലത്തിലും ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം വിവിധങ്ങളായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്ററാണ്, വിഷയമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച വ്യവസ്ഥയാണ്. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ വ്യവസ്ഥയാണ്. പ്രപഞ്ചത്തിൻ്റെ താളത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് സമ്പൂർണവും സമഗ്രവും സന്തുലിതവുമാണ്, വിമോചന ഉള്ളടക്കമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഭാഗികമായി വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരോ അസന്തുലിതമായ പ്രത്യയശാസ്ത്രങ്ങളോ സമഗ്രതയില്ലാത്ത ആൾക്കൂട്ട സംവിധാനങ്ങളോ വംശീയതയിലും വർഗീയതയിലും അധിഷ്ഠിതമായി ലോകത്തെ വ്യാഖ്യാനിച്ച ദർശനങ്ങളോ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ചരിത്രമാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രയാണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഡമസ്കസും കൈറോയും ഒരു പരിധിവരെ കൊർഡോവയും ലോകത്ത് വികസിച്ചിട്ടുണ്ട്. ആ വികസിച്ചതിൻ്റെ കാരണം എല്ലാ വിഭാഗം ജനങ്ങളെയും മദീനയുടെ ഉള്ളകം സ്വീകരിച്ചതുകൊണ്ടാണ്. ബഗ്ദാദിൻ്റെ ദർബാറുകളിൽ മതമുള്ളവനും മതമില്ലാത്തവനും ഉണ്ടായിരുന്നു. ദമസ്കസിൻ്റെ ദർബാറുകളിൽ എല്ലാവിധ ആശയക്കാരും ഒരുമിച്ച് കൂടിയിരുന്നു. അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് യൂറോപ്പിനെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഡാർക്ക് ഏജ് എന്ന് വിളിക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. കാരണം പുരോഹിതൻ മാത്രം യൂറോപ്യൻ നഗരങ്ങളെ കീഴ്പ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അടിച്ചമർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എല്ലാ പുതിയ വെളിച്ചങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് തച്ചു തകർത്ത യൂറോപ്പിന്റെ മധ്യകാല നൂറ്റാണ്ടിനെ നമുക്കറിയാവുന്നതാണ്. ആ മധ്യകാല നൂറ്റാണ്ടിൽ യൂറോപ്പ് വികസിച്ചതിൻ്റെ അടിയാധാരം നമ്മൾ പരതുകയാണെങ്കിൽ ഇബ്നു സീനയുണ്ട്, അൽകിന്ദിയുണ്ട്, ഫാറാബിയുണ്ട്, ഇമാം ഗസാലിയുണ്ട്, അതുപോലെ ധാരാളം ആളുകൾ, ഇബ്നു ഖൽദൂനെ പോലെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേസമയം കിഴക്കൻ യൂറോപ്പുകളിൽ ആ നഗരത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ നഗരങ്ങളിൽ യഥാർത്ഥത്തിൽ ബോൾഷെവിക് റവല്യൂഷന് ശേഷം, കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം അവിടെയുള്ള നഗരങ്ങൾക്കും യൂറോപ്പിന്റെ മധ്യകാല പ്രേതബാധയേറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ദർബാറുകളിൽ, അതിൻ്റെ നഗരങ്ങളിൽ ബഹുസ്വരമായൊരു സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം അത് ഇടുങ്ങിപ്പോയി. മോസ്കോയിൽ ഒരിക്കലും കമ്മ്യൂണിസത്തെ എതിർക്കുന്നവന് നിലനിൽപ്പില്ലാത്ത അവസ്ഥ വന്നു. അതുപോലെ തന്നെ ബെർലിനിൽ ഒരിക്കലും കമ്മ്യൂണിസത്തെ ചോദ്യം ചെയ്യുന്ന ഒരാൾക്ക് ജീവിച്ചിരിക്കാനുള്ള അർഹത പോലും അവർ നിഷേധിച്ചു. ഇങ്ങനെ ഏകസമാനമായൊരു സംസ്കാരത്തിന്റെ വംശീയതയിലേക്ക് ലോകത്തെ നഗരങ്ങൾ ഊളിയിട്ടത് കൊണ്ടാണ് ലോകത്തെ നഗരങ്ങൾക്കും രാജ്യങ്ങൾക്കുമൊന്നും പ്രത്യേകിച്ച് ഈ പ്രത്യയശാസ്ത്രങ്ങൾക്ക് നൽകാൻ സാധിക്കാതെ പോയത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ബാൾട്ടിക് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് സലാഡ് പോലത്തെ ഒരു പലഹാരമാണ്. എല്ലാവിധ പഴവർഗ്ഗങ്ങളും കൂടിച്ചേർന്ന ഒന്ന്. യൂറോപ്പിനെ പരിഷ്കാരത്തിന്റെ കളിത്തൊട്ടിലായി മാറ്റിയതിൽ ഈ ഇസ്ലാമിന്റെ പ്രവേശം അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളാൻ ലണ്ടനും പാരീസിനുമൊക്കെ സാധിച്ചത് ഇസ്ലാം വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ പൗരോഹിതൻ മാത്രം ഭരിച്ചിരുന്ന ഒരു കാലം അതിലുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങളല്ലാത്ത ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, മറ്റുള്ളവരെയെല്ലാം അടിച്ചമർത്തുന്ന, അതുപോലെ തന്നെ എല്ലാവരും ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും ബീഭത്സമായ രൂപമായിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. നമ്മൾ അധികകാലം ചരിത്രത്തിന്റെ അധിക ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതില്ല. ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉയ്ഗൂറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിൻജിയാങ് പ്രവിശ്യ എന്ന് പറയുന്ന ചൈനയുടെ ഈ പ്രവിശ്യയിൽ യഥാർത്ഥത്തിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി അഡോൾഫ് ഹിറ്റ്ലറിനെ നാണിപ്പിക്കും വിധം ചൈന തയ്യാറാക്കിയ ക്യാമ്പുകളുണ്ട്. റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളാണ്, അതുപോലെ റീ ഇന്റഗ്രേഷൻ ക്യാമ്പുകളാണ്. ഈ ക്യാമ്പുകളിലേക്ക് ഉയ്ഗൂറിലെ മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോകുകയാണ്. 2014 ചൈന ഉണ്ടാക്കിയ ഒരു നയമാണ് യഥാർത്ഥത്തിൽ മസ്ജിദ് നിർമൂലനം എന്ന് പറയുന്നത്. ഉയ്ഗൂർ പ്രവിശ്യയിൽ ഒരൊറ്റ മസ്ജിദും അനുവദിക്കാതിരിക്കുക. അതുപോലെ തന്നെ
ഉയ്ഗൂർ പ്രവിശ്യയിലെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ മതാചാര പ്രകാരം അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. 2014 സ്ത്രീകളിൽ നിർബന്ധിതമായി ഗർഭപാത്രം നീക്കം ചെയ്യുന്ന പദ്ധതി യഥാർത്ഥത്തിൽ ചൈന ആരംഭിക്കുന്നത്. പുരുഷന്മാരിൽ നിർബന്ധിത ബന്ധീകരണം ചൈന ആരംഭിക്കുന്നത്. 2016 ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ താടി വളർത്താൻ അവർക്ക് അനുവാദമില്ല എന്നും റമദാനിൽ നോമ്പ് നോൽക്കരുത് എന്ന ഓർഡർ ചൈന പുറത്തിറക്കുന്നത്. 2016 മസ്ജിദ് നിർമൂലന നയവും അതുപോലെ മുസ്ലിം ആചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ചൈനയുടെ നയവും കാരണം അതിനുശേഷം ഉണ്ടാക്കിയ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളുണ്ട്. എന്താണ് ക്യാമ്പിന്റെ അവസ്ഥ? ലക്ഷക്കണക്കിന് ഉയ്ഗൂർ മുസ്ലിങ്ങളെയാണ് 24 മണിക്കൂർ ഇതുപോലൊരു സീറ്റിൽ ബന്ധിച്ചിട്ട് 10 മിനിറ്റ് മാത്രം എഴുന്നേറ്റ് നിൽക്കാനുള്ള പെർമിഷൻ. ഇതാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും ലജ്ജിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെപ്പോലും പിന്നോട്ട് തള്ളുന്ന പീഡനത്തിന്റെ ഏറ്റവും വലിയൊരു രൂപമാണ് ഉയ്ഗൂർ മുസ്ലിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ലോകം പകർത്തിയത്? നമുക്കറിയാം, ഉപഗ്രഹ ചാനലുകൾ, ഉപഗ്രഹത്തിന്റെ ഫോട്ടോയിലൂടെയാണ് ഉയ്ഗൂർ മുസ്ലിങ്ങളോട് ചൈന ചെയ്ത പീഡനങ്ങൾ ലോകം അറിഞ്ഞത്. യഥാർത്ഥത്തിൽ ചില വേഷം മാറിയ പത്രപ്രവർത്തകർ അപൂർവം ചില ഫോട്ടോകൾ ലോകത്തിന്റെ മുന്നിൽ പുറത്തുവിടുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ വലിയ ഒരു രീതിയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ചൈന നമുക്കറിയാം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ചൈന തകർത്ത ഒരു പള്ളിയുണ്ട്. ഈ സിൻജിയാങ് പ്രവിശ്യയിലെ ആതുഷ് ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ടോക്കുൽ മസ്ജിദ് എന്ന് പറയുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ പ്രതാപം വിളിച്ചോതിയിരുന്ന ഒരു മസ്ജിദ് ചൈന തകർത്തിട്ട് ആ മസ്ജിദ് എന്ന സ്ഥലത്ത് അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പൊതു ശൗചാലയം ഉണ്ടാക്കി. ആ ശൗചാലയത്തിന്റെ മുകളിൽ ചൈനീസ് ഗവൺമെന്റ് എഴുതി വെച്ചത് നിങ്ങൾ പാർട്ടിയെ സ്നേഹിക്കൂ, പാർട്ടിയെ അനുസരിക്കൂ എന്നതാണ്. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ച് അത് യഥാർത്ഥത്തിൽ 3ാമത്തെ പള്ളിയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തകർക്കുന്നത്. ഒരു പള്ളിയെ തകർക്കുന്ന സമയത്ത് നമുക്കറിയാം, അതിന്റെ മിനാരത്തിൽ കയറി അവിടുത്തെ ചൈനീസ് ഗവൺമെന്റിന്റെ പതാക ഉയർത്തുകയും ചൈനീസ് ഹാൻ വംശീയതയുടെ മുദ്രാവാക്യങ്ങൾ പള്ളിയുടെ ചുമരുകളിൽ എഴുതിയിടുകയും ചെയ്ത് നമുക്കറിയാവുന്നതാണ്. ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ചിന്തകൻ, അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സാക്ഷാൽ ഒരു ഐഡിയോളജി അല്ല, അതൊരു പ്രദേശവൽകൃതമായ ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതാത് പ്രദേശങ്ങളുടെ രൂപം സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ചൈനയിൽ അത് ഹാൻ വംശീയതയുടെ രൂപമാണ്. അതുകൊണ്ടാണല്ലോ ഉയ്ഗൂർ മുസ്ലിങ്ങളോട് 2 കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളൊന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കണം, രണ്ടാമത്തേത് ഹാൻ വംശീയതയുടെ സംസ്കാരത്തിലേക്ക് നിങ്ങൾ ലയിക്കണമെന്നാണ്. അതുകൊണ്ട് 100 കണക്കിന് ശ്മശാനങ്ങളെ ചൈനീസ് ഗവൺമെന്റ് ഉയ്ഗൂർ പ്രവിശ്യയിലെ തകർത്തുകയും നിരപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉയ്ഗൂർ മുസ്ലിങ്ങളിൽ അറിയപ്പെട്ട ചില എഴുത്തുകാരുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു നമുക്കറിയാവുന്ന ലുത്ഫുല്ല മുത്തലിബ് എന്ന് പറയുന്ന ഒരു കവി. അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന അക്സു ഗ്രാമത്തിലെ ഒരു ശ്മശാനം ചൈനീസ് ഗവൺമെന്റ് അടിച്ചു നിരത്തി അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തീർക്കുകയാണ്. അതിന് ചൈന ഇട്ട പേരാണ് ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാം ശരിയാകും എന്നവർ ഒരു നെയിം ബോർഡ് തൂക്കിയാലും അതിന്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ അസ്തിത്വത്തെ തകർച്ചതിന് ശേഷം അതിന്റെ മുകളിൽ വെക്കുന്ന ബോർഡാണ് നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന ബോർഡ്. അത് ചൈന നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ശ്മശാനം തകർത്ത് അവിടെ അമ്യൂസ്മെന്റ് പാർക്ക് എടുത്ത് ആ അമ്യൂസ്മെന്റ് പാർക്കിന് ഹാപ്പിനെസ് പാർക്ക് എന്ന് പേരിട്ടത് ചൈനീസ് ഗവൺമെന്റ് ആണ്. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നേരത്തെ നമുക്കറിയാം, വെസ്റ്റ് ബംഗാളിൽ 3.5 പതിറ്റാണ്ടിലധികം കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന, അതുപോലെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏകാധിപത്യവും സമഗ്രാധിപത്യവും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണല്ലോ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ ദീർഘകാലം ഭരിച്ചത് ജ്യോതി ബസുവാണ്. ജ്യോതി ബസുവിന്റെ കാലത്ത് ഇന്ത്യ അറിയപ്പെടാത്ത, എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യ നടന്ന് നമുക്കറിയാവുന്നതാണ്. മാരിച്ചാപ്പി എന്ന് പറയുന്ന ദ്വീപിൽ അവിടുത്തെ അധസ്ഥിതരും ദുർബലരുമായ ആദിവാസികളെയും ദലിതരെയും 15,000 ദലിതരെയാണ് ജ്യോതി ബസുവിന്റെ ഗവൺമെന്റ് ബുള്ളറ്റ് കൊണ്ടും ബയണറ്റ് കൊണ്ടും നേരിട്ടത്. അങ്ങനെ അവിടുത്തെ മൃതദേഹങ്ങളെ അദ്ദേഹം ചെയ്ത് സംസ്കരിക്കുകയല്ല, അവിടുത്തെ ഏറ്റവും വലിയൊരു കാട്ടിലേക്ക് മൃതദേഹങ്ങൾ വലിച്ചെറിഞ്ഞ് അവിടുത്തെ നരഭോജികളായ മൃഗങ്ങൾക്ക് ഭക്ഷണമായി മനുഷ്യന്റെ മാംസം വലിച്ചെറിഞ്ഞു കൊടുത്ത മാരിച്ചാപ്പി ദ്വീപിന്റെ കഥ ഇന്ത്യ രാജ്യത്ത് അധികം അറിയില്ല. എന്തുകൊണ്ടറിയില്ല എന്ന് ചോദിച്ചാൽ, ഉയ്ഗൂർ മുസ്ലിങ്ങൾ കഴിഞ്ഞ 6 മാസമായി 3 പള്ളി തകർത്തിട്ട്
നമ്മൾ അറിഞ്ഞിട്ടില്ല. വേറെ എവിടെയെങ്കിലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൊടിയടയാളം പൊങ്ങുമ്പോ കേരളത്തിൽ ഇതിനു വേണ്ടി നിലവിളിക്കുന്ന ഒരു സാംസ്കാരിക അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ട് എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തെ അച്ചുതണ്ടാക്കി തിരിയുന്ന ഒരു സാംസ്കാരിക ലോകമാണ്. ആ സാംസ്കാരിക ലോകം എന്ത് പറയണമെന്ന് മാത്രമല്ല എന്ത് ഒളിപ്പിക്കണമെന്നും വളരെ വൃത്തിയായി ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സാംസ്കാരിക ലോകമാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നില്ല. വരാതിരിക്കാനുള്ള കാരണം എങ്ങനെ അതിനെ മൗനം അവലംബിച്ച് മറച്ചു വെക്കാം എന്നതാണ് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ദ റിലീജിയൻ എന്ന് പറയുന്ന ലെനിന്റെ ഒരു പുസ്തകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവേശത്തിൽ അതിന് സിന്ദാബാദ് വിളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മളത് വായിച്ചു നോക്കേണ്ടതാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് മതത്തെക്കുറിച്ചും മതവിശ്വാസത്തെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചുമുള്ള നിരീക്ഷണങ്ങളാണ്. മതവിശ്വാസികളോടും മതവിശ്വാസത്തോടും പ്രഥമമായി ശത്രുത പ്രഖ്യാപിക്കൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ബാധ്യതയാണെന്ന് സഖാവ് ലെനിൻ അതിൽ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ മതനിരാശവാദം ഇവിടെ പ്രചരിപ്പിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമുക്കറിയാം സഖാവ് സി അച്യുതമേനോൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, സോവിയറ്റ് നാട് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സോവിയറ്റ് യൂണിയനിൽ എങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, മതത്തെ ഇല്ലായ്മ ചെയ്തത് 4 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നാണ്. ഒന്നാമത് അദ്ദേഹം പറയുന്നത് മതം പഠിപ്പിക്കാൻ പാടില്ല എന്ന ഒരു ഓർഡർ ഗവൺമെന്റ് പുറത്തിറക്കുകയാണ്. രണ്ടാമത്തത് സമുദായങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ സംഘങ്ങൾക്ക് അവരുടേതായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പെർമിഷൻ കൊടുക്കില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ മതവിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അവിടെ കാരുണ്യം പ്രചരിക്കും, അതുപോലെ തന്നെ മതവിശ്വാസം പ്രചരിക്കും, അതുപോലെ തന്നെ മനുഷ്യപ്പറ്റുള്ള സംസ്കാരം പ്രചരിക്കും. അതൊന്നും സോവിയറ്റ് യൂണിയന് ഒരിക്കലും യോജിച്ച സംസ്കാരമല്ല. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് പെർമിഷൻ കൊടുക്കാതിരുന്നു. മൂന്നാമത് ഞങ്ങൾ പറയും മതനിഷേധ പ്രചാരണത്തിന് വേണ്ടി സർക്കാർ ഔദ്യോഗിക സംവിധാനങ്ങൾ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടാക്കി എന്നതാണ്. നാലാമത് പറയുന്നത് പുസ്തക പ്രസിദ്ധീകരണം കമ്മ്യൂണിസ്റ്റ് നാടുകളുടെ കുത്തക അവകാശമാണ്. വേറെ ഒരാൾക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. സോവിയറ്റ് യൂണിയനിൽ അങ്ങനെ പറ്റിയിട്ടില്ല. ഇന്ന് ചൈനയിലും അതിന് അനുവാദമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് മാത്രമേ പുസ്തകം പ്രസിദ്ധീകരിക്കൂ. ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളെല്ലാം മതനിരാസ ആശയം പ്രസിദ്ധീകരിക്കാനാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്കറിയാവുന്നത് പോലെ മതമില്ലാത്ത ജീവനിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും മുന്നോട്ട് വന്ന പാഠ്യപദ്ധതിയുടെ മതനിരാസ ഉള്ളടക്കങ്ങൾ ഇന്നും കേരളത്തിലെ പാഠ്യപദ്ധതികൾ പരിശോധിച്ചാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ സോവിയറ്റ് യൂണിയന്റെ മതനിരാസ പദ്ധതിയുടെ ചില ലാഞ്ചന നമ്മളെ കേരളത്തിലും പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടാണ്. അതുപോലെ നമുക്കറിയാം മതവിശ്വാസവും കമ്മ്യൂണിസവും എങ്ങനെയാണ് ഒരുമിച്ച് പോകുക എന്ന് ചില ആളുകളെങ്കിലും സംശയിച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ മതവിശ്വാസവും കമ്മ്യൂണിസവും ഒരിക്കലും യോജിച്ചു പോവില്ല. ഒന്നൊരു നിരീശ്വര നിർമ്മിതമായ ഒരു അടിത്തറയിൽ പടുത്തുയർത്തിയ ഒരു ദർശനമാണ്. അതുപോലെ തന്നെ അതിന് വംശീയതയുടെ ഒരു എലമെന്റ് കൂടി, ഒരു അംശം കൂടി അതിൽ ചേർന്നിട്ടുണ്ട്. അത് ഓരോ നാട്ടിലും ഏതൊക്കെ വംശീയതകൾ തീർത്തു എന്ന് അറിയാൻ അൾജീരിയയിൽ മകളുടെ ചികിത്സക്ക് വന്ന സ്വന്തം ചികിത്സക്ക് വേണ്ടി വന്ന കാറൽ മാർക്സ് മകൾക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. അതിൽ അദ്ദേഹം അൾജീരിയൻ പ്രദേശവാസികളെ ഉപയോഗിക്കുന്ന പദം ബാർബേറിയൻസ് എന്നാണ്, കാടന്മാർ എന്നാണ്. ഇന്ത്യയിൽ അധിനിവേശം ചെയ്ത സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷുകാരെ വാഴ്ത്തിയ ഒരാളാണ് കാറൽ മാർക്സ് എന്ന് പറയുന്നത്. ഇന്ത്യക്കാരെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നവരാണ് ബ്രിട്ടീഷുകാരെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ തങ്ങളുടേതല്ലാത്ത ഒരു വംശീയ മഹാത്മ്യം യൂറോപ്പ് എങ്ങനെ വെച്ച് പുലർത്തിയോ അതിന്റെ ഒരു ഇമ്പാക്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വംശീയവാദത്തിന്റെ ഒരു ഭാഗം കൂടി കമ്മ്യൂണിസത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ സഖാവ് ലെനിൻ 1917 ബോൾഷെവിക് റവല്യൂഷൻ നടത്തിയ ഒരു ഘട്ടമുണ്ട്. ആ ബോൾഷെവിക് റവല്യൂഷന്റെ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയത് മുസ്ലിങ്ങളെ കൂടി ഞങ്ങളുടെ കൂടെ കൂട്ടണമെന്നാണ്. കാരണം സർ ചക്രവർത്തിമാരെ കീഴടക്കാൻ മുസ്ലിങ്ങളുടെ പോരാട്ട ശേഷി ഉപയോഗിക്കണമെന്ന കണ്ടുപിടുത്തം സഖാവ് ലെനിൻ നടത്തുകയാണ്. അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ ആളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് എം.എൻ. റോയ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇസ്ലാമിലെ ചരിത്രപരമായ ഇസ്ലാമിന്റെ പങ്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ വിമോചന പോരാട്ട ശേഷിയെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സഖാവ് എം.എൻ. റോയ് എഴുതിയ പുസ്തകമാണത്. തഷ്കന്തിൽ വെച്ച് എഴുതുകയും തഷ്കന്തിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. സഖാവ് ലെനിൻ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ അദ്ദേഹം ഒരു ഐഡിയ, ഒരു ആശയം ഉണ്ടാക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രക്തസാക്ഷിയാവുന്ന സമയത്ത് അദ്ദേഹം പാരായണം ചെയ്തിരുന്ന മുസ്ഹഫ്, വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഞങ്ങൾ സർ ചക്രവർത്തിമാരുടെ മ്യൂസിയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചിപ്പിച്ചു തരാം. അതുകൊണ്ട് ഞങ്ങൾ
ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് മുസ്ലിങ്ങളോട് പറയുകയാണ്. അങ്ങനെ ചില ആളുകളൊക്കെ ആവേശം കൊണ്ട് അവരുടെ സംസാരത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുകയാണ്. മുമ്പ് കണ്ണൂർ പോലീസ് മൈതാനത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ ഘട്ടത്തിൽ അവിടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ന്യൂനപക്ഷ സമ്മേളനം എന്നാണ് അതിന്റെ പേര്. അവിടെ അതിന്റെ ആകർഷണം എന്ന് പറയുന്നത് പന്തലിൽ പന്തലൊരുക്കുകയും നമസ്കാരപ്പായ വിതരണം ചെയ്യുകയും നമസ്കാര കുപ്പായം വിതരണം ചെയ്യുകയും ഖുർആനിന്റെ കോപ്പികൾ വിതരണം ചെയ്തു വന്നതാണ്. അങ്ങനെ ഇവർ വന്നാൽ എല്ലായിടത്തും ഇതിനുള്ള സൗകര്യം യഥേഷ്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ കൂടെ കൂടിയതുപോലെ അന്ന് സഖാവ് ലെനിന്റെ കൂടെ ചില ആളുകൾ കൂടുകയാണ്. പക്ഷേ സഖാവ് ലെനിൻ സർ ചക്രവർത്തിമാരെ കുടിയൊഴിപ്പിച്ച് ആ വിപ്ലവത്തിന്റെ പൂർത്തീകരണം എത്താറായ സമയത്ത് അദ്ദേഹം തന്നെ സൈന്യത്തിന് ഓർഡർ കൊടുക്കുന്നത് ഇതാ തുർക്കുമാനിസ്ഥാനിൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പഴയ കോപ്പിയുണ്ട്, അത് കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ്. അവരുടെ കൂടെ കൂടിയാൽ ഖുർആനിന്റെ കോപ്പി കിട്ടുമെന്ന് കരുതി അതിൽ ആവേശം കൊണ്ട് ആരെങ്കിലും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഖുർആനിന്റെ കോപ്പി തരില്ലെന്ന് മാത്രമല്ല, കയ്യിലുള്ള ഖുർആനും കൽബിലുള്ള ഖുർആനും അവിടെ പടിയിൽ പിണ്ടം വെച്ച് നമ്മൾ ഇറങ്ങിപ്പോരേണ്ടി വരുമെന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ചരിത്രം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഖാവ് ലെനിൻ പഠിപ്പിച്ച ഈ പുസ്തകം കത്തിക്കുവാൻ വേണ്ടി, ഈ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി കത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം ഓർഡർ ഇടുകയാണ്. ആ ഓർഡർ ഇട്ടപ്പോൾ ആ ഖുർആനിന്റെ കോപ്പി സംരക്ഷിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ പങ്കെടുക്കാത്ത മതവിശ്വാസിയായ ജനറൽ അലി അക്ബർ പാഷ എന്ന് പറയുന്ന സേനാനായകൻ ആ ഖുർആനിന്റെ കോപ്പി എടുത്ത് ഒറ്റക്ക് ട്രെയിൻ എടുത്ത് ഓടിച്ച് അദ്ദേഹം തഷ്കന്തിൽ കൊണ്ടുപോയി വെച്ചതാണ്. ഇന്നും ഖുർആനിന്റെ കോപ്പി നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഖുർആൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ക്രോഡീകരിച്ചു വെച്ച ഖുർആൻ അദ്ദേഹം രക്തസാക്ഷിയാകുമ്പോൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിന്റെ കോപ്പി കത്തിക്കാൻ വന്ന സോവിയറ്റ് യൂണിയന്റെ സൈന്യത്തിന്റെ ബലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ജനറൽ അലി അക്ബർ പാഷ എന്ന് പറയുന്ന തുർക്കുമാനിസ്ഥാനിലെ സേനാനായകനാണ്, കമാൻഡറാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ പ്രത്യയശാസ്ത്രം, ഈ ആദർശം എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധം മുസ്ലിം വിരുദ്ധം എന്നത് മാത്രമല്ല, മതവിശ്വാസങ്ങളോടും കാരുണ്യം പ്രചരിപ്പിക്കുന്ന ആശയങ്ങളോട് പോലും അവരൊരു കാലത്ത് പ്രഖ്യാപിച്ച നിലപാടുകൾ എന്ന് പറയുന്നത് അത്യന്തം ക്രൂരമായ നിലപാടാണ്. ഇസ്ലാമിനെതിരെ യഥാർത്ഥത്തിൽ അവരിപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഇസ്ലാം എന്ന് പറയുന്നത് ഭീകരതയുടെയും തീവ്രതയുടെയും പര്യായ പദമാണ്. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദവും വർഗീയവാദവുമാണ്. അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ സോവിയറ്റ് യൂണിയന്റെ ചരിത്രം പറയുന്നത്? കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ചില സമയങ്ങളിൽ സോവിയറ്റ് യൂണിയന്റെ സഖാവ് സ്റ്റാലിന്റെ അലർച്ചകൾ ചില സമയങ്ങളിൽ ലേറ്റ് ആയിട്ടെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് കടക്ക് പുറത്ത് 51 വെട്ട് മാഷാ അല്ല ഇന്നോവയും ഒക്കെ എത്തുന്നത് ഈ സഖാവ് സ്റ്റാലിന്റെയും ലെനിന്റെയും ഒക്കെ യഥാർത്ഥത്തിലുള്ള ലാഞ്ചന, അവരുടെ ആശയം യഥാർത്ഥത്തിൽ പുറത്തെടുക്കാൻ തുനിയുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരടയാളങ്ങളാണ്. അതുകൊണ്ട് സമ്പൂർണമായ ആധിപത്യം യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും പ്രഥമമായ ശത്രുവായി ഇസ്ലാമിനെ പ്രഖ്യാപിക്കും. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുന്നുണ്ട്, യൂറോപ്പിന് ഇസ്ലാമിനെ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. യൂറോപ്പ് ഇസ്ലാമിനെ സ്വീകരിക്കണമെങ്കിൽ കുറെ സമയം പിടിക്കുമെന്നാണ്. അതിന് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം, അടിമുടി വംശീയതയിൽ അധിഷ്ഠിതമാണ് യൂറോപ്പ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ എതിർക്കാതെ തരമില്ല. അതുകൊണ്ട് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന് പറഞ്ഞ് മാഞ്ചസ്റ്റർ ഫാക്ടറിയിലെ പണിയെടുത്തു വരുന്ന തൊഴിലാളികളുടെ പ്രശ്നത്തെ അവലോകനം ചെയ്ത് സർവ്വരാജ്യങ്ങളുടെയും ലോകങ്ങളുടെയും തൊഴിലാളികൾ ഇതുപോലെയാണ് എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തത്തിന് അടിത്തറ, അവരുടെ സിദ്ധാന്തത്തിന് കാലിടറിയത് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. കാരണം തൊഴിലും ജാതിയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യത്ത് തൊഴിലിനെ മാത്രം അധിഷ്ഠിതപ്പെടുത്തി നടത്തിയ ഒരു ആഖ്യാനത്തിന് ഒരിക്കലും സ്പേസ് ഇല്ല എന്നതാണ് ഇന്ത്യയിൽ അവർക്കുണ്ടായ ഏറ്റവും വലിയ അബദ്ധമെന്ന് ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയ നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ എല്ലാവിധ പ്രശ്നങ്ങളും ഈ രാജ്യത്തെ പിന്നെ വരുന്നത് ഭൂരിപക്ഷത്തോടു കൂടി നിൽക്കാൻ അവർ ശ്രമിച്ചു എന്നതാണ്. ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ അവർ ശ്രമിച്ചു എന്നതാണ്. ഇസ്ലാമോഫോബിയയുടെ പ്രചാരണങ്ങളിൽ നമുക്കറിയാം ഉറുദു വിഘടനവാദത്തിന്റെ ഭാഷയാണ് എന്ന് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് മുമ്പേ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇന്ത്യ രാജ്യത്ത് മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഇസ്ലാം ഭീതിയുടെ, ഇസ്ലാം വെറുപ്പിന്റെ, ഇസ്ലാം വിദ്വേഷത്തിന്റെ, മുസ്ലിങ്ങളുടെ സംസാര ഭാഷയും മുസ്ലിങ്ങളുടെ ആചാരങ്ങളെയും മുസ്ലിങ്ങളുടെ വേഷങ്ങളെയും പ്രതിവൽക്കരിക്കുന്നതിൽ സംഘപരിവാർ മാത്രമല്ല, അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുക്കുന്നതിൽ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ബിപിൻ ചന്ദ്രയെ പോലെയുള്ള ആളുകൾ മണ്ഡൽ റിസർവേഷനെതിരെ ശബ്ദിച്ച് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഇവിടുത്തെ ചരിത്രം, ഇന്ത്യയുടെ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അവ യഥാർത്ഥത്തിൽ ശുദ്ധ വംശീയതയുടെയും അതുപോലെ തന്നെ ഇസ്ലാമിനോട്, ഇസ്ലാമിന്റെ മാനവിക സാഹോദര്യ ഭാവങ്ങളോട് കലഹിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ആദർശമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. മാർക്സിസം എന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരാശയം തന്നെ യഥാർത്ഥത്തിൽ ലോകത്ത് പുലരുന്നത് വലിയ ഒരു ഉട്ടോപ്യൻ സങ്കല്പത്തെ പുലരുന്നത് സ്വപ്നം കണ്ട് ജീവിച്ചവരാണ്. അതുകൊണ്ട് സഖാവ് ഗോർബച്ചേവ് എഴുതിയ പെരിസ്ട്രോയിക്ക പുനഃസംഘാടനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തിക കുടുക്കുകളിൽ നിന്നും കുടുസുകളിൽ നിന്നും വിശാലമായ ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് ഞങ്ങളുടെ സഞ്ചാരം ആരംഭിച്ചു എന്ന് സ്വയം അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ റദ്ദു ചെയ്ത് പ്രഖ്യാപിച്ച ഒരാളാണ് സഖാവ് ഗോർബച്ചേവ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് സോവിയറ്റ് യൂണിയൻ, എന്താണ് കമ്മ്യൂണിസം, എന്താണ് സോഷ്യലിസം എന്ന് മനസ്സിലാവാൻ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണയ്യർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമുണ്ട് കമ്മ്യൂണിസ്റ്റ് നാടുകളിലൂടെ എന്നെഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സഖാവ് സ്റ്റാലിന്റെ ഹുക്ക കാണാനില്ലാതെയായി. ഹുക്ക കാണാനില്ലാതെയപ്പോ അദ്ദേഹം അന്വേഷിക്കാൻ പോലീസ് ഓഫീസറെ ഏൽപ്പിക്കുകയാണ്. പോലീസ് ഓഫീസറെ അദ്ദേഹത്തോട് ഉടനെ അന്വേഷിച്ച് കണ്ടെത്താൻ ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം അന്വേഷിക്കാൻ പോയി പോക്കറ്റിൽ വീണ്ടും തപ്പി നോക്കിയപ്പോ സ്റ്റാലിന് ഹുക്ക കിട്ടുകയാണ്. അദ്ദേഹം ഓഫീസറെ വിളിച്ചു പറഞ്ഞു, എന്റെ ഹുക്ക എന്റെ പോക്കറ്റിൽ തന്നെയുണ്ട്, അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കണം. പോലീസ് ഓഫീസർ അതിന് പറഞ്ഞ മറുപടിയാണ് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സാർ ക്ഷമിക്കണം, ഞാൻ 4 പേരെ കണ്ടെത്തുകയും 4 പേര് കുറ്റം സമ്മതിക്കുകയും 4 പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൊലപാതകങ്ങളുടെ ചരിത്രം നോക്കിയാൽ 9.5 കോടി ജനങ്ങളുടെ രക്തത്തിൽ അവരുടെ ആശയത്തിന്റെ സിംഹാസനം ഉറപ്പിച്ചു നിർത്തിയ ചരിത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന പേര്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഫിലോസഫിയെ ലോകത്ത് സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മാനുഷികതയുടെയും സാഹോദര്യത്തിന്റെയും ദർശനമായി ലോകത്ത് ഉയർന്നു നിൽക്കാൻ എല്ലാ കാലത്തും ഇസ്ലാമിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ വംശീയതയിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രങ്ങൾ, വർഗ സംഘർഷത്തിൽ അധിഷ്ഠിതമായ സംഘർഷങ്ങളിലൂടെ, വൈരുദ്ധ്യങ്ങളുടെ സംഘർഷങ്ങളിലൂടെ മാത്രമാണ് ലോകം ഉണ്ടാവുക എന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ്. സംഘർഷം ലോകത്തിന്റെ വികാസത്തിന്റെ അടിസ്ഥാനമാക്കി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ചേർക്കാൻ പറഞ്ഞതിനെ മുഴുവൻ വിഘടിപ്പിച്ചു നിർത്തി, സമന്വയിപ്പിക്കാൻ പറഞ്ഞതിനെ മുഴുവൻ വൈരുദ്ധ്യങ്ങളാക്കി ചിത്രീകരിച്ചു. അങ്ങനെ വൈവിധ്യങ്ങളെ സമന്വയിപ്പിച്ച് ലോകത്തെ ഏറ്റവും വെളിച്ചങ്ങളുടെ പാത സൃഷ്ടിക്കേണ്ടവർ, വെളിച്ചത്തിന്റെ പാത സൃഷ്ടിക്കേണ്ടവർ, പുരോഗതിയുടെ വഴി കണ്ടെത്തേണ്ടവർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് സംഘർഷങ്ങളുടെ പാതയാണ്. ആ സംഘർഷങ്ങളിൽ ലോകത്തിന് നഷ്ടപ്പെട്ടത് 9.5 കോടി മനുഷ്യരുടെ ജീവനാണ്. 9.5 കോടി മനുഷ്യൻ ലോകത്തെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കിയ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ലോകത്ത് വലിയ അപകടം ചെയ്ത, ലോകത്തിന്റെ മുന്നോട്ട് പോക്കിനും ലോകത്തെ മനുഷ്യന്റെ നിലനിൽപ്പിനും അപകടം ചെയ്ത ഒരാദർശത്തെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് മാനവികതയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിനെ എതിർക്കാൻ എല്ലാ കാലത്തും മുൻപന്തിയിൽ വന്നിട്ടുണ്ട്. കാരണം ഇസ്ലാമിന്റെ ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് യാ അയ്യുഹൻ നാസ് എന്നാണ്. നാസ് എന്ന് പറഞ്ഞാൽ മലകളായ വരണ്യരായ മനുഷ്യരെ നാസ് എന്ന പദവിയിലേക്ക് താഴ്ത്തുക, അതുപോലെ അധസ്ഥിതരും ദുർബലരുമായ ജനവിഭാഗത്തെ നാസ് എന്ന പദവിയിലേക്ക് ഉയർത്തുക. അങ്ങനെ നാസ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ജീവനെ പോലും വില കൽപ്പിക്കാത്ത ഒരു നാഗരികതയുടെ നടുത്തളത്തിൽ
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു കുരുവിയെ കൊന്നാൽ ആ കുരുവി ചിറകിട്ടടിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുമെന്നാണ്. എന്നെ ഇന്നാലിനടിമ കൊന്നുവല്ല, എന്റെ ഇന്നാലിനടിമ എന്നെ കൊന്നു, അന്യായമായി കൊന്നു, അവനെതിരെ സാക്ഷി കുരുവി പറയും. അതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും, അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മനുഷ്യ ജീവൻ ഒരു പവിത്രതയും കൊടുക്കാത്ത അറബ് ജാഹിലിയത്തിന്റെ നാഗരികതയുടെ നടുത്തളത്തിൽ നിന്ന് കുരുവിയുടെ ജീവന് വേണ്ടി സംസാരിച്ച, മരത്തിന് കല്ലെറിയരുത്, മരത്തിന് ജീവനുണ്ടെന്ന് സംസാരിച്ച ഒരാദർശമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കാരുണ്യമായിട്ട് നിന്നെ നിയോഗിച്ചു എന്നല്ല പറയുന്നത്, കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നിയോഗിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇസ്ലാമിന്റെ ഭാവം അതാണ്. ഇസ്ലാമിന്റെ ആദർശത്തിന്റെയും ആശയത്തിന്റെയും ഇസ്ലാം യുദ്ധം പോലും ചെയ്തത് കാരുണ്യത്തെയും സമാധാനത്തെയും സുരക്ഷിത ബോധത്തെയും നിലനിർത്താൻ വേണ്ടിയാണ്. അല്ലാതെ ലോകങ്ങളെ വെട്ടിപ്പിടിക്കാനും ലോകത്ത് തങ്ങളുടെ ആശയങ്ങളെ സ്ഥാപിക്കുവാനും വേണ്ടി നടത്തിയ ബോധപൂർവമുള്ള യുദ്ധങ്ങളോ വേട്ടകളോ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് നടത്തിയ മദീന ചാർട്ടർ നമുക്കറിയാവുന്നതാണ്. എല്ലാവർക്കും ബഹുസ്വര സമൂഹത്തിലെ ജീവിക്കാൻ അനുവാദം കൊടുത്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. 52 ഖണ്ഡികകളുള്ള ഒരു ഭരണഘടനയിൽ 27 ഖണ്ഡികകളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ അവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ആ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, പ്രവാചകന്റെ കൂടെ ഏറ്റവും സീക്രട്ടായ ഒരു യാത്രയായിരുന്നല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. ആ യാത്രയിൽ ഡയറക്റ്റ് പങ്കെടുത്തത് 8 ആളുകളാണ്. അതിൽ 4 പേരും മുസ്ലിങ്ങളായിരുന്നില്ല. പ്രവാചകൻ ഉഹദിൽ മുറിവ് പറ്റി വീണപ്പോൾ ആ സമയത്ത് പ്രവാചകനെ രക്ഷിക്കാൻ വേണ്ടി വാളെടുത്ത് പോരാടിയ 2 ആളുകൾ മുസ്ലിങ്ങളായിരുന്നില്ല. അവരവരുടെ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് അല്ലാമ ഷൗക്കാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത്ര ബഹുസ്വരതയെ മാനിച്ച, സർദാർ പറഞ്ഞതുപോലെ ബഹുസ്വരതയെ മാനിച്ചത് കൊണ്ടാണ് സുരക്ഷിതമായ ഒരു നാടിനെ കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഇസ്ലാമിന് കഴിഞ്ഞത്. ഇസ്ലാം അത് യൂറോപ്പിന് പകർന്നു കൊടുത്തപ്പോഴാണ് യൂറോപ്പിന് അത് സംസാരിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഒരിക്കലും ഈ ബഹുസ്വരതയും സഹിഷ്ണുതയും ഉൾക്കൊള്ളാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് നാടുകൾ ഇരുട്ടിലേക്ക് കൂപ്പുകുത്തി എന്ന് മാത്രമല്ല, സഖാബ് ഗോർബച്ചേവ് പറയുന്നത് പോലെ ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചും ആലോചിക്കാൻ പോലും ഞങ്ങൾക്ക് നേരം കിട്ടാത്ത അത്രയും സമഗ്രാധിപത്യത്തിലേക്ക് ഞങ്ങൾ വീണുപോയി എന്നാണ് അതിനെക്കുറിച്ച് കുമ്പസരിക്കുന്നത്. അതുകൊണ്ട് സമഗ്രാധിപത്യത്തിന്റെ ഒരു ദർശനമാണ് മനുഷ്യന്റെ വികാരത്തെയും വിചാരങ്ങളെയും മനുഷ്യന്റെ അഭൗതികമായ തലങ്ങളെ കുറിച്ചും ഒരിക്കലും ലോകത്തോട് പറയാത്ത, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ പകുതി ഭാഗമുള്ള ഗൈബിയായ ഒരു ലോകത്തെ കുറിച്ച് ഒരു സങ്കല്പമോ ഒരു ആഖ്യാനമോ നിർവഹിക്കാത്ത ഒരാദർശമായത് കൊണ്ട് തന്നെ ഭൗതികമായി പരാജയപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്ന് നിഷ്കാസിതമാവുന്ന ഒരു പ്രത്യയശാസ്ത്രമായി കമ്മ്യൂണിസം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ന് ആ മതനിരാസ പ്രവണതകൾ ക്യാമ്പസുകളിലായാൽ, നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ഇന്ന് ക്യാമ്പസുകളിൽ മതനിരാസ പ്രവണതകളുടെ ചുക്കാൻ പിടിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് ആലയത്തിൽ നിന്ന് വിദ്യാഭ്യാസം കിട്ടിയവരാണ്. അതുപോലെ ഉദാര ലൈംഗികതയുടെ പ്രൊമോട്ടർമാർ കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസ ആലയിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ് എന്ന് മാത്രമല്ല, SFI കേരളവർമ്മ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമെല്ലാം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പോസ്റ്ററിന്റെ വാക്യം നമുക്ക് 4 ആൾ കൂടുന്ന സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത അത്ര അശ്ലീലമാണ്. എന്ന് പറഞ്ഞാൽ ഉദാര ലൈംഗികതയുടെയും നവ ഉദാരീകരണത്തിന്റെയും ഏറ്റവും വലിയ വക്താക്കളായിക്കൊണ്ട് മനുഷ്യന്റെ ഇച്ഛക്ക് പരമാധികാരം കൽപ്പിക്കുന്ന ലിബറലിസ്റ്റുകളുടെ കൂടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പേരിൽ മതനിരാസ പ്ലാറ്റ്ഫോമുകൾക്ക് കേരളത്തിൽ ഇടവും വികാസവും സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ CPM-ന്റെയും SFI-യുടെയും പ്ലാറ്റ്ഫോമിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് മതനിരാസ പ്രവണതകൾ നമ്മുടെ വീടകങ്ങളിലേക്ക്, നമ്മുടെ കുട്ടിയുടെ ഹൃദയങ്ങളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് സന്നിവേശിപ്പിക്കുകയും അതൊക്കെ സർക്കാരിന്റെ ചെലവിൽ തന്നെ നിർവഹിക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരർത്ഥത്തിലേക്ക് ഭരണ തുടർച്ചയ്ക്ക് ശേഷം നീങ്ങിയ ഒരു ഘട്ടം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സർക്കാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സോവിയറ്റ് യൂണിയന്റെ സമഗ്രാധിപത്യം, ചൈനയുടെ സമഗ്രാധിപത്യം, 3000 പാർട്ടി അംഗങ്ങളിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിന് ജനാധിപത്യം എന്നാണ് അവർ പറയുന്നത്. ജനാധിപത്യ ബോധത്തെ കുറിച്ച് ഇസ്ലാമിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും അവർ ക്ലാസ് എടുക്കാറുണ്ട്. ഏറ്റവും വലിയ അവരുടെ രാഷ്ട്രവും സാമ്രാജ്യവും 3000 ആളുകളിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു സാമ്രാജ്യമാണ്.
അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച്, സഹിഷ്ണുതയെക്കുറിച്ച്, ബഹുസ്വരതയെ മാനിക്കുന്നതിനെ കുറിച്ച്, മനുഷ്യന്റെ വിമോചനത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ സമ്പൂർണമായ അർത്ഥത്തിൽ അതിനോട് സംവദിക്കാൻ ശേഷിയില്ലാതെ ലോകത്ത് ശ്വാസം മുട്ടി, അതുപോലെ തന്നെ ലോകത്ത് കിതച്ച് പിന്മാറിയ ഒരു ആദർശമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ എലമെന്റുകൾ ലോകത്തിന്റെ മുന്നിൽ ക്യാമ്പസുകളിലും നമ്മുടെ നാടുകളിലുമെല്ലാം ഇങ്ങനെ എരിഞ്ഞ് മതനിരാസത്തിന്റെയും മതനിഷേധത്തിന്റെയും ലിബറലിസത്തിന്റെയും ലേബലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ആശയപരമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരാദർശമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഈ ആദർശ വെല്ലുവിളികളെ എല്ലാ കാലത്തും നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആദർശ വെല്ലുവിളികൾ ഉയരുന്ന കേരളീയ പശ്ചാത്തലത്തിൽ ഈ ആദർശത്തെ അതിന്റെ ആദർശ തലത്തോട് സംവദിക്കുവാനും വിയോജിക്കാനുമുള്ള ഇടങ്ങൾ ധാരാളം സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം സെമിനാറുകളുടെ ഉദ്ദേശമായത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തിയ ഈ സെമിനാർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആശയധാരകളോട് നേരിട്ട് കലഹിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന സദസ്സുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാചകം അവസാനിപ്പിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.